ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ആമസോണിൻ്റെ വെബ് സർവീസസിനെ കുറിച്ചുള്ളൊരു സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആ സീരീസിലെ 29ാമത്തെ സെഷനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത് AWSൻ്റെ സിസ്റ്റംസ് മാനേജറിലുള്ള ഡോക്യുമെൻസും റൺ കമാൻഡും എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ 2 സെഷൻസിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ സെഷനും. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ നോക്കിയത് AWS ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ റിസോഴ്സസിന് ടാഗ്സ് ക്രിയേറ്റ് ചെയ്യാമെന്നും, അപ്പോൾ അങ്ങനെ ടാഗ്സ് കൊടുത്തിട്ടുള്ള റിസോഴ്സസിന് നമുക്ക് എങ്ങനെ സിസ്റ്റംസ് മാനേജറിനകത്ത് റിസോഴ്സ് ഗ്രൂപ്പ്സിനകത്ത് നമുക്ക് പല ലോജിക്കൽ ഗ്രൂപ്പിംഗ്സ് ആയിട്ട് കൊണ്ടുവരാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കി മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ടാഗ്സ് കൊടുത്ത് ലോജിക്കൽ ഗ്രൂപ്പിംഗ് ഉണ്ടാക്കിയത് നമുക്ക് എന്തെങ്കിലും റിസോഴ്സസ് എളുപ്പത്തിന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഒരു ലോജിക്കൽ ഗ്രൂപ്പിങ്ങിനകത്ത് വരുന്ന സിസ്റ്റംസിൽ ഒരുമിച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോ എന്തെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് പാച്ച് ചെയ്യുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഒരു കൺവീനിയൻറ്റ് മെത്തേഡാണ് ഇങ്ങനെ സിസ്റ്റംസ് മാനേജറിനകത്ത് റിസോഴ്സ് ഗ്രൂപ്പ്സിനകത്ത് നമുക്ക് ലോജിക്കൽ ഗ്രൂപ്പിംഗ് ഉണ്ടാക്കി ഇങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ നോക്കിയത്, റിസോഴ്സ് ഗ്രൂപ്പ്സ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് അങ്ങനെ റിസോഴ്സ് ഗ്രൂപ്പ്സ് ഉണ്ടാക്കി അതിനകത്ത് പല ഗ്രൂപ്പ്സിലായിട്ട് വരുന്ന സിസ്റ്റംസിൽ നമുക്കങ്ങനെ എളുപ്പ വഴിക്ക് ഒറ്റയടിക്ക് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കി മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റംസ് മാനേജറിലുള്ള ഡോക്യുമെൻസും റൺ കമാൻഡും എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ മാനേജ്ഡ് ഇൻസ്റ്റൻസസിലുള്ള അതിൽ ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസ് എല്ലാമാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സിൽ ഡിഫൈൻ ചെയ്യുന്നത്. ആക്ച്വലി ഈ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാതെ വരുന്ന ഈ ഡോക്യുമെൻറ്റേഷൻ അല്ല, അത് അങ്ങനെയായിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കരുത്. ഇതൊരു സെറ്റ് ഓഫ് ആക്ഷൻസ് റിട്ടേൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കമാൻഡ്സ് സെറ്റിന് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ഡോക്യുമെൻറ്റ്സിന് ഒരു സ്ക്രിപ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കമാൻഡ്സ് ആയിട്ടോ അതിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് അത് എഴുതിയിരിക്കുന്നത് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ അങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒത്തിരി ഡോക്യുമെൻറ്റ്സ് ആമസോൺ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പല പല ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട്. നമ്മുടെ റിസോഴ്സ് ഗ്രൂപ്പ്സിനകത്ത് വരുന്ന ഇൻസ്റ്റൻസസിൽ നമുക്ക് ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒരുപാട് ഡസൻ കണക്കിന് ഡോക്യുമെൻറ്റ്സ് ആമസോൺ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ കസ്റ്റം ഡോക്യുമെൻറ്റ്സ് നമുക്ക് എഴുതി ഉണ്ടാക്കാം, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ടുള്ളത്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എഴുതുന്നത് നമുക്ക് 2 ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. ഒന്ന് JSON ലാംഗ്വേജ് അല്ലെങ്കിൽ YAML എന്ന് പറയും, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അത് എഴുതുന്ന ഒരു ഡോക്യുമെൻ്റ് എഴുതുന്ന ഒരു സ്റ്റൈലും കാര്യങ്ങളും അതിൻ്റെ തൊട്ടുള്ള ഫോർമാറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു പേജ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ സെഷനിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും എഴുതുന്ന രീതി എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, സർട്ടിഫിക്കേഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് ഈ ലാംഗ്വേജ് പഠിക്കേണ്ട ഒരു അത്യാവശ്യം വരുന്നില്ല. എങ്ങനെയാണെന്നുള്ള കാര്യം മാത്രം നോക്കി മനസ്സിലാക്കിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്നിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു 3 ഇൻസ്റ്റൻസസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഇൻസ്റ്റൻസിനും 3 ടാഗ്സ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്തായിരുന്നു. അതിൽ 2 ഇൻസ്റ്റൻസസ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിൽ വരും, ഒരെണ്ണം പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ വരും. അങ്ങനെ നമ്മൾ പല 3 ടാഗ്സ് വെച്ചിട്ട് ഓരോന്നിനും കൊടുത്തായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ സെഷൻസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ സെഷൻ ഒന്ന് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും. ഇതിൻ്റെ 2 സെഷൻസും, അതായത് സിസ്റ്റം മാനേജർ എന്ന് പറഞ്ഞ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 1ഉം 2 സെഷൻസ് കണ്ടിട്ട് ഈ ഒരു സെഷൻ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു 3 ഇൻസ്റ്റൻസസ് ആണ് നമ്മുടെ ഇതിലുള്ള AWSൽ അക്കൗണ്ടിലുള്ളത്. അപ്പോൾ ഇതിൽ 2 ഇൻസ്റ്റൻസസ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിലും ഒരു ഇൻസ്റ്റൻസ് പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലും വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിൽ വരുന്ന 2 ഇൻസ്റ്റൻസസിലും ഒരുമിച്ച് എങ്ങനെ ഒരു അപ്പാഷെ സെർവർ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പാഷെ സെർവർ നമ്മൾ എക്സാമ്പിളിനാണ് പറയുന്നത്, ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഒരു പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ ആവശ്യമായിട്ട് വരുന്ന എന്ത് ആപ്ലിക്കേഷനോ എന്ത് കമാൻഡ്സോ നമുക്ക് ഒറ്റയടിക്ക് എങ്ങനെ ഒരു സെറ്റ് ഓഫ് ഇൻസ്റ്റൻസസിൽ നമ്മുടെ മാനേജ് ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് ഇൻസ്റ്റൻസസിൽ എങ്ങനെ റൺ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് അപ്പാഷെ ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഡിഫോൾട്ട് ആദ്യം ഇതിൽ നമുക്ക് വെബ് സെർവർ ഒന്നും റണ്ണിങ് അല്ല എന്നുള്ളത് ഒരു കാര്യം ഒന്ന് ഉറപ്പ് വരുത്താം. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് സെർവർ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പബ്ലിക് API കോപ്പി ചെയ്ത് നമുക്ക് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും അതിൽ പോർട്ട് 80 ഡിഫോൾട്ട് റണ്ണിങ് ആണോ ഒന്നും കിട്ടുന്നില്ല, റണ്ണിങ് അല്ല. അതുപോലെ രണ്ടാമത്തെ ഡെവലപ്മെൻറ്റ് സെർവറിൻ്റെയും പബ്ലിക് API നമുക്കൊന്ന് എടുത്തിട്ട് നോക്കാം. നമുക്ക് നോക്കാം. രണ്ടിലും പോകുന്നു റണ്ണിങ് അല്ല. അതുപോലെ നമുക്കിതിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഒന്ന് ആദ്യം ചെക്ക് ചെയ്യാം. കാരണം നമ്മൾ അപ്പാഷെ സെർവർ ബൈ ഡിഫോൾട്ട് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം HTTP ട്രാഫിക് പോർട്ട് 80 ബൈ ഡിഫോൾട്ട് അലൗഡ് അല്ലെങ്കിലും നമുക്ക് പേജ് ആ സമയത്ത് കിട്ടില്ല.
അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ പോർട്ട് 80 ട്രാഫിക് അലൗഡ് ആണോ എന്നുള്ളത്. സെക്യൂരിറ്റി ഗ്രൂപ്പ് ഈ ഒരു ലോഞ്ച് വിസാർഡ് 1 എന്ന് പറഞ്ഞൊരു സെക്യൂരിറ്റി ഗ്രൂപ്പാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിൽ പോർട്ട് 80 ട്രാഫിക് അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് അതിൽ പോർട്ട് 80 ട്രാഫിക്കും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. HTTP ട്രാഫിക് ഫ്രം എനിവെയർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റൻസിൽ ലോഞ്ച് വിസാർഡ് 1 തന്നെയാണ് സെക്യൂരിറ്റി ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ പോർട്ട് 80 ട്രാഫിക്ക് നമ്മളിപ്പം എനേബിൾ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ 2 URL നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് സെർവറിൻ്റെ IP-യിലും ഒന്നും ഇപ്പോൾ സെർവേഴ്സ് ഒന്നും റണ്ണിങ് അല്ല, വെബ് സെർവേഴ്സ് ഒന്നും റണ്ണിങ് അല്ല. അതുപോലെ സെക്കൻഡ് ഡെവലപ്മെൻറ്റ് സെർവറിൻ്റെ IP-യും കൂടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അതിലും ഇപ്പം സെർവേഴ്സ് ഒന്നും ഡിഫോൾട്ടായിട്ട് റണ്ണിങ് അല്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നോക്കേണ്ടത്, നമുക്ക് സിസ്റ്റംസ് മാനേജറിൻ്റെ ഡോക്യുമെൻറ്റ്സ്, നമുക്കൊരു കസ്റ്റമായിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് അറ്റ് വൺസ് ആയിട്ട് ഒരുമിച്ച് ഈ 2 ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റിലുള്ള ഇൻസ്റ്റൻസസിൽ നമുക്കൊരു അപ്പാഷെ സെർവർ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് നോക്കി നമുക്കൊരു എക്സാമ്പിൾ മനസ്സിലാക്കാം. അപ്പോൾ സർവീസസിൽ നിന്നും സിസ്റ്റംസ് മാനേജർ എടുക്കുക, പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങളിവിടെ ഡോക്യുമെൻറ്റ്സ്, ഷെയർഡ് റിസോഴ്സസിനകത്ത് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇത് എടുക്കുമ്പോൾ തന്നെ ഇതിൽ ഡിഫോൾട്ടായിട്ടുള്ള ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക്, പല പർപ്പസിനുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് ഓരോന്നും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് മനസ്സിലാകും ഓരോന്നും എന്തിനാണെന്നുള്ളതെന്നും. പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ പിന്നീട് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ച ശേഷം ഓരോന്ന് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു കസ്റ്റം പുതിയതായിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് കമാൻഡ് ഓർ സെഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു പേര് കൊടുക്കണം നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാൾ അപ്പാഷെ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. പിന്നീട് നമുക്കൊരു ഡോക്യുമെൻറ്റ് ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യണം. ഡോക്യുമെൻറ്റ് ടൈപ്പ് നമ്മളിപ്പോൾ നമുക്കൊരു കമാൻഡ്സാണ്, നമുക്കൊരു സെറ്റ് ഓഫ് കമാൻഡ്സാണ് റൺ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ കമാൻഡ് ഡോക്യുമെൻ്റാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അത് സെലക്ട് ചെയ്തു. പിന്നെ ഫോമാറ്റ് ഏതാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യണം. 2 ടൈപ്പ് ഓഫ് ഫോമാറ്റ്സ് നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഒന്ന് JSON ഫോമാറ്റിലും പിന്നൊന്ന് YAML ഫോമാറ്റിലും. നമുക്ക് YAML ഫോമാറ്റ് നമുക്കിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാം. YAML ഫോമാറ്റിൽ ഒരു അപ്പാഷെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമെന്നുള്ളത് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനപ്പോൾ അതിവിടെ കോപ്പി ചെയ്ത് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇത് YAML ഫോർമാറ്റിലുള്ളൊരു ഡോക്യുമെൻ്റാണിത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് YAML ടെംപ്ലേറ്റ് ടു ഇൻസ്റ്റാൾ അപ്പാഷെ. ഇതെല്ലാം ഡിസ്ക്രിപ്ഷനാണ്. പിന്നെ പാരാമീറ്റർ സെക്ഷനിൽ പാരാമീറ്റർ സെക്ഷൻ നമുക്ക് അവസാനം റൺ ടൈം സമയത്ത് അത് നമുക്ക് പാരാമീറ്റർ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഡിഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ഹലോ വേൾഡ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് റൺ ടൈം സമയത്ത് നമുക്കത് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള പാരാമീറ്റർ ഇതിന് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് മെയിൻ സ്റ്റെപ്സിൽ ഇത് ചെയ്യുന്നത് ആക്ച്വലി ഒരു ഷെൽ സ്ക്രിപ്റ്റ് റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഷെൽ സ്ക്രിപ്റ്റിനകത്ത് നടക്കുന്നത് ഇത്രയും സെറ്റ് ഓഫ് കമാൻഡ്സ് അവിടെ റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഓട്ടോമേഷൻ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതിപ്പോൾ ലിനക്സിൽ നമ്മൾ സാധാരണ ഒരു അപ്പാഷെ സെർവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് വെച്ചാൽ അതേ സ്റ്റെപ്സ് തന്നെയാണ് നമ്മളിവിടെ 1 by 1 ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ലിനക്സിൽ കുറച്ച് യൂസ് ചെയ്ത് പരിചയമുള്ളവർക്ക് ഇത് ഓരോ ലൈൻസും എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ YAM റെപ്പോസിറ്ററി അപ്ഡേറ്റ് ചെയ്യാനാണ്. അത് കഴിഞ്ഞിട്ട് HTTPD അപ്പാഷെ സെർവർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പാഷെ സെർവറിൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് എനേബിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് സെർവർ എന്തെങ്കിലും റീസ്റ്റാർട്ട് ആയിക്കഴിഞ്ഞാലും ഈ സർവീസ് ആക്റ്റീവ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മെസ്സേജ്, നമ്മളിവിടെ കൊടുക്കുന്ന ഈ മെസ്സേജ് നമ്മൾ കമാൻഡിൽ അവസാനം നമ്മൾ റൺ ടൈമിൽ നമ്മൾ എന്തെങ്കിലും മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. അല്ലെങ്കിൽ ഈ ഡിഫോൾട്ട് കൊടുത്തിരിക്കുന്ന ഹലോ വേൾഡ് തന്നെ എടുത്തിട്ട് നമ്മുടെ വെബ് പേജിൽ, ഡിഫോൾട്ട് വെബ് പേജിൽ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഈ /var www.html index.html എന്നുള്ളതാണ് ഡിഫോൾട്ടായിട്ട് വരുന്ന ഡോക്യുമെൻറ്റ് റൂട്ട്. ഡോക്യുമെൻറ്റ് റൂട്ട് മീൻസ് അത് അപ്പാഷെ വെബ് സെർവറിൻ്റെ ഡോക്യുമെൻറ്റ് റൂട്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ വരുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഈ മെസ്സേജ് കാണിക്കാനാണ് ഇങ്ങനെ റീഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡോക്യുമെൻറ്റ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്നും പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ
ഇതിപ്പം ഡോക്യുമെൻറ്റ്സ് പേജിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്, ഡോക്യുമെൻറ്റ്സ് പേജിലാണ്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിൽ ഇവിടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. പെട്ടെന്ന് ഇത്രയും പേജിനേഷൻസ് ഇവിടെ വരുന്നുണ്ട്. കാരണം ഒരുപാട് റെഡിമെയ്ഡ് ഡോക്യുമെൻറ്റ്സ് ആമസോൺ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കാരണം ഒത്തിരി പേജിനേഷൻ ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, പല പല പേജസ് ആയിട്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ഡോക്യുമെൻറ്റ് നമുക്ക് പെട്ടെന്ന് കാണണമെങ്കിൽ ഓൺഡ് ബൈ മീ എന്ന് പറഞ്ഞൊരു ടാബുണ്ട്, നമുക്ക് അത് എടുക്കാം. അത് എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒറ്റ ഡോക്യുമെൻറ്റ് മാത്രമേ ഇപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ഇവിടെ കാണിക്കും ആ ഒറ്റ ഡോക്യുമെൻ്റായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി എടുക്കേണ്ടത്, അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ കസ്റ്റം ഡോക്യുമെൻറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് എടുക്കേണ്ടത്, നമുക്ക് ഈ ഡോക്യുമെൻറ്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റൺ കമാൻഡ് എടുക്കണം. ഇൻസ്റ്റൻസസ് ആൻഡ് നോട്ട്സ് എന്ന് പറഞ്ഞൊരു ഹെഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ് റൺ കമാൻഡ്. അപ്പോൾ ഈ റൺ കമാൻഡ് എടുത്തിട്ട് നമ്മളിവിടെ റൺ എ കമാൻഡ് എന്നും പറഞ്ഞുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഡോക്യുമെൻറ്റ് നമ്മളിവിടെ നിന്ന് സെലക്ട് ചെയ്യുക, ഫിൽട്ടർ ചെയ്ത്. ഒന്നിൽ നിന്ന് ഈ ഇത്രയും ലിസ്റ്റ് കിടക്കുന്നതിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് അടിച്ച് സെലക്ട് ചെയ്ത് പോവാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേര്, ആ ഡോക്യുമെൻ്റ് പേര്, ഇപ്പോൾ ഇൻസ്റ്റാൾ അപ്പാഷെ എന്ന് പറഞ്ഞാൽ അത് കൊടുത്തെടുക്കാം എളുപ്പത്തിന്, അത് കൊടുത്ത് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ ഫിൽറ്ററിങ് ക്രൈറ്റീരിയാസ് വരും. ഇപ്പോൾ ഓണർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺഡ് ബൈ ആമസോൺ എടുത്തു കഴിഞ്ഞാൽ ആമസോണിൻ്റെ ഡിഫോൾട്ട് ഡോക്യുമെൻറ്റ് സെറ്റ്സ് തന്നെ കാണിക്കും. അല്ല ഓൺഡ് ബൈ മീ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇൻസ്റ്റാൾ അപ്പാഷെ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻറ്റ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ് അവിടെ അത് മാത്രമായിട്ട് ഫിൽറ്റർ ചെയ്ത് വരും, അത് മാത്രമായിട്ട് കാണിക്കും. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ഡോക്യുമെൻറ്റ് വെർഷനോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഇതാണ് കസ്റ്റം പാരാമീറ്റേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ ഹലോ വേൾഡ് എന്നും പറഞ്ഞിട്ട്. അപ്പം ഡിഫോൾട്ടായിട്ട് ആദ്യം കിടക്കുന്നത് ഹലോ വേൾഡ് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഈ സെർവർ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആ ഒരു വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യുന്ന മെസ്സേജ് മാറ്റി വേറെ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ നമുക്ക് ഇത് ഇൻപുട്ട് പാരാമീറ്റർ ആയിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, ഫ്ലെക്സിബിളായിട്ട്. പാരാമീറ്റേഴ്സിന് അണ്ടറാണ് ഇത് വരുന്നത്, ഈ ഒരു സെക്ഷൻ. അത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു എക്സാമ്പിൾ പേജ് ഞാനിവിടെ ഡോക്യുമെൻറ്റേഷൻ പേജ് നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ സെക്ഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. സ്കീമ വെർഷൻ എന്താണ്, ഡിസ്ക്രിപ്ഷൻ എന്താണ്, പാരാമീറ്റേഴ്സ് എന്താണ്, പിന്നെ മെയിൻ സ്റ്റെംസ്, ഈ കാര്യങ്ങളെല്ലാം അവിടെ ക്ലിയർ ആയിട്ട് ഈ ഒരു ഡോക്യുമെൻറ്റേഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പല പല സെക്ഷൻസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു ന്യൂ ഹലോ വേൾഡ് എന്നും പറഞ്ഞിട്ട് കൊടുക്കാം. കാരണം നമ്മൾ ആ പാരാമീറ്ററായിട്ട് കൊടുത്ത ഭാഗം വർക്ക് ചെയ്യുന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടാർഗറ്റ്സിന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ടാർഗറ്റ്സ് മീൻസ് നമ്മുടെ ഇൻസ്റ്റൻസസ്. അപ്പോൾ നമുക്കിവിടെ റിസോഴ്സ് ഗ്രൂപ്പ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു റിസോഴ്സ് ഗ്രൂപ്പ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒറ്റയടിക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് നമ്മൾ ഇത് ചൂസ് ചെയ്യാൻ കാരണം. ഇങ്ങനെ ഈ ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റൻസസിൽ ഒരുമിച്ച് ഇൻസ്റ്റാൾ ചെയ്യാനും അങ്ങനത്തെ പാച്ചസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ടാഗ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് വീണ്ടും ഇവിടെ ടാഗ്സ് കൊടുത്തിട്ട് തന്നെ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ചൂസ് ഇൻസ്റ്റൻസസ് മാനുവലി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി നമ്മുടെ മെഷീനിലുള്ള നമ്മുടെ സെർവറിലുള്ള ഇൻസ്റ്റൻസസ് എല്ലാം ഇവിടെ കാണിക്കും. നമ്മുടെ അക്കൗണ്ടിലുള്ള AWSലുള്ള ഇൻസ്റ്റൻസസിലെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. നമുക്ക് അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിവിടെ ചൂസ് എ റിസോഴ്സ് ഗ്രൂപ്പ് എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അവിടെ കണ്ടില്ലേ, നമുക്ക് റിസോഴ്സ് ഗ്രൂപ്പ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന റിസോഴ്സ് ഗ്രൂപ്പ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റൻസസ്, അല്ലെങ്കിൽ ഫിനാൻസ് ടീം ഇൻസ്റ്റൻസസ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻസ്റ്റൻസസ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റൻസസിൽ വരുന്ന ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിൽ വരുന്ന 2 ഇൻസ്റ്റൻസസിനാണ് നമ്മൾ അപ്പാഷെ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റൻസസ് ഇവിടെ സെലക്ട് ചെയ്യാം റിസോഴ്സ് ഗ്രൂപ്പായിട്ട്. അത് കഴിഞ്ഞിട്ട് റിസോഴ്സ് ടൈപ്പ് അത് നമുക്ക് കൊടുക്കണമെന്നില്ല, അത് ഈസി ടു ഇൻസ്റ്റൻസ് വേണമെങ്കിൽ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ എന്തെങ്കിലും കമൻറ്റ്സ് വേണമെങ്കിൽ കൊടുക്കാം. അത് കഴിഞ്ഞ് ടൈം ഔട്ട്, ഒരു സ്പെസിഫിക് ഇൻ്റർവെൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ടൈമിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കമാൻഡ്സ് ഈ ഒരു ഡോക്യുമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് തീർന്നില്ലെങ്കിൽ അത് ഫെയിലാവും. അപ്പോൾ അത് നമ്മുടെ എത്രത്തോളം വലുതാണ് നമ്മുടെ ഡോക്യുമെൻറ്റ് എക്സിക്യൂട്ടായി തീരാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ടൈം പീരീഡ് കൂട്ടിയോ കുറച്ചോ കൊടുക്കാം. പിന്നെ റേറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഇൻസ്റ്റൻസസിലാണ് ഒറ്റയടിക്ക് നമ്മുടെ ഈ ഡോക്യുമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ നമുക്കിപ്പോൾ ആകപ്പാടെ 3 ഇൻസ്റ്റൻസസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 50 ഇപ്പോൾ ഒത്തിരി ലാർജ് ഇൻസ്റ്റൻസസ് ഒക്കെ ഉള്ള ഒരു എൻവയോൺമെൻറ്റിലാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറച്ചോ കൊടുക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഒരെണ്ണം കൊടുക്കാം. നമുക്ക് ഒരു സമയത്ത് ഒരു ഇൻസ്റ്റൻസിൽ ഇൻസ്റ്റാൾ ആവട്ടെ, നമുക്കതനുസരിച്ച് നമുക്ക് നോക്കാം, ഓരോന്നോരോന്നായിട്ട് ഇൻസ്റ്റാൾ ആയി പോകുന്നത് പോലെ. പിന്നെ അതുപോലെ എറർ ത്രഷോൾഡ് ഇപ്പോൾ എന്താ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 10 ഇൻസ്റ്റൻസസ് ഉള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ അതിൽ ഒരു 3 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫെയിലായി കഴിഞ്ഞാൽ അത് ഫെയിലാണെന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എറർ ത്രഷോൾഡ് കൊടുക്കുന്നത്.
ഓക്കെ, ഞാനിപ്പോൾ ഡിഫോൾട്ട് ഒന്നും കൊടുക്കുന്നില്ല അവിടെ. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമ്മൾ ഈ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റിൻ്റെ ഔട്ട്പുട്ട് റിസൾട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് ഒന്നിൽ ഒരു S3 ബക്കറ്റിലോട്ട് നമുക്ക് റൈറ്റ് ചെയ്യിപ്പിക്കാം. ഓൾറെഡി ഒരു S3 ബക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ അത് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ നമുക്ക് എന്തെങ്കിലും ക്ലൗഡ് വാച്ച് ഗ്രൂപ്പ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലൗഡ് വാച്ചിലോട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാം. അപ്പം ഇതിൻ്റെ എക്സിക്യൂട്ട് ചെയ്ത ഓരോ സ്റ്റെപ്സും നമുക്ക് ലൈൻ ബൈ ലൈനായിട്ട് ആ ക്ലൗഡ് വാച്ച് ഇവൻറ്റ്സ് എടുത്ത് ആ ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിലും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. തൽക്കാലം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നീട് ഇവിടെ AWS കമാൻഡ് ലൈൻ ഒരു ഇൻ്റർഫേസ് തരുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഈ ചെയ്ത കോൺഫിഗറേഷൻസ് എല്ലാം തന്നെ നമുക്ക് കമാൻഡ് ലൈനിൽ നമുക്ക് ഒറ്റയടിക്ക് പിന്നീട് റെപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ കമാൻഡ് നമ്മളങ്ങ് എക്സിക്യൂട്ട് ചെയ്താൽ മതി AWSൻ്റെ കമാൻഡ് ലൈനിൽ പോയിട്ട്. അപ്പോൾ അതൊരു വളരെ കൺവീനിയൻറ്റ് മെത്തേഡാണ്. നമുക്ക് കമാൻഡ് ലൈൻ വഴിയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കൽ ഇങ്ങനെ GUI ഉപയോഗിച്ച് കോൺഫിഗർ ചെയ്ത കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇതൊന്ന് കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത് നമുക്ക് ഈ സെയിം സെറ്റ് ഓഫ് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമാൻഡ് ലൈനിൽ നമുക്ക് ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മൾ കോൺഫിഗർ ചെയ്തു. ഇനി നമുക്ക് റൺ കൊടുക്കാം. റൺ കൊടുത്തപ്പോൾ ഓരോന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒന്നാണ് നമ്മൾ കൊടുത്തിരുന്നത് അറ്റ് എ ടൈം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പം ഇൻ പ്രോഗ്രസ് ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഓരോന്ന് കഴിയുന്നതനുസരിച്ചിട്ട് ഇവിടെ അത് സ്റ്റാറ്റസ് മാറും അതിൻ്റെ. അപ്പോൾ നമുക്ക് ഇനി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, ഓരോന്നിൻ്റെ സ്റ്റാറ്റസ് മാറുന്നത് നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ ഞാനൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുകയാണ്, ഒന്നും ആയിട്ടില്ല. ഇൻ പ്രോഗ്രസ് തന്നെയാണ്, ആദ്യത്തത് ഇൻ പ്രോഗ്രസ്സിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമുക്ക് അതിലെ ഒരു ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തത് ഇപ്പോൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്യൂ മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. രണ്ടാമത്തെ നമുക്ക് ഇപ്പം അത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആവും. കണ്ടില്ലേ, ഇപ്പം ആ ഒരു കംപ്ലീറ്റ് ആയ ഇൻസ്റ്റൻസിൽ നമ്മളിപ്പോൾ ആ ഒരു പേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ റിഫ്രഷ് ആയപ്പോൾ അവിടെ ആ അപ്പാഷയുടെ വെബ് പേജ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കൊടുത്ത് നമ്മൾ ന്യൂ ഹലോ വേൾഡ് എന്നാണ് നമ്മൾ പാരാമീറ്റർ നമ്മൾ കൊടുത്ത് ഡിസ്പ്ലേ ചെയ്യാനുള്ളത്. അപ്പോൾ അതും അതിൻ്റെ ഹോസ്റ്റ് നെയിം ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ആ സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റൻസിൻ്റെ ഹോസ്റ്റ് നെയിമാണ് ഇവിടെ ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സെക്കൻഡ് വൺ ഇപ്പോൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ സെക്കൻഡ് വണ്ണും നമുക്ക് ആ ഒരു അപ്പാഷെ ഇൻസ്റ്റാളായി കംപ്ലീറ്റ് ആയി കഴിയും. ഇപ്പോൾ നമ്മൾ ഒരു ഇൻസ്റ്റൻസിൽ ഒരു ടൈം ഇൻസ്റ്റാൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ അറ്റ് എ ടൈം ഒന്ന് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നത് ഇൻസ്റ്റാളേഷൻ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നമ്പർ ഓഫ് ഇൻസ്റ്റൻസ് കൊടുത്തിരുന്നെങ്കിൽ അത് ഒരുമിച്ച് ഒരുപോലെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞേനെ. അപ്പോൾ നമുക്കിനി അടുത്ത സെക്കൻഡ് ഇൻസ്റ്റൻസും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സെക്കൻഡ് ഇൻസ്റ്റൻസിലുമുള്ള ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രണ്ട് സക്സസ് സ്റ്റാറ്റസ് കാണിച്ചു. ടോട്ടൽ ടാർഗറ്റ്സ് നമ്പർ 2 ആണ് നമ്മൾ കൊടുത്തത്. അതിൽ കംപ്ലീറ്റഡ് 2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എറേഴ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി സെക്കൻഡ് ഇൻസ്റ്റൻസിൻ്റെ IP കൂടെ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, അവിടെയും ആ അപ്പാഷെ ഇൻസ്റ്റാളായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പേജ് കിട്ടിയിരിക്കുകയാണ് അപ്പാഷെ എന്നുള്ള. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒറ്റയടിക്ക് ഒരുമിച്ച് നമ്മൾ ആ ഒരു എൻവയോൺമെൻറ്റിൽ വന്ന സിസ്റ്റംസിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിച്ചു, സിസ്റ്റംസ് മാനേജറിൻ്റെ ഡോക്യുമെൻറ്റ്സും റൺ കമാൻഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കൺവീനിയൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലോ അങ്ങനെ എന്തെങ്കിലും ഒരു എൻവയോൺമെൻറ്റിലുള്ള സിസ്റ്റംസിൽ മുഴുവനായിട്ട് നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൻ്റെ പാച്ച് അപ്ലൈ ചെയ്യണമെങ്കിലോ പാച്ച് അപ്ലൈ ചെയ്യും അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഈ ആമസോണിൽ തന്നെ ഡിഫോൾട്ടായിട്ട് ആ ഒരു നമ്മൾ കണ്ട ഡോക്യുമെൻറ്റ് സെറ്റിൽ ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ട് അതിനുള്ള റെഡിമെയ്ഡായിട്ടുള്ള ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ നമ്മളത് റൺ ചെയ്തിട്ട് പാരാമീറ്റർ സെക്ഷൻ മാത്രം നമുക്ക് ആവശ്യമുള്ള പോലെ നമ്മുടെ ഇൻസ്റ്റൻസസോ എൻവയോൺമെൻറ്റോ ഒക്കെ മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു കസ്റ്റം ഡോക്യുമെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഞാനിവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കൺവീനിയൻസ്. നമുക്കൊരു സെറ്റ് ഓഫ് നമ്പർ ഓഫ് ഇൻസ്റ്റൻസസിൽ ഒരുമിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പാച്ച് ചെയ്യുന്നതിനോ അങ്ങനെയുള്ള എന്ത് കാര്യം വന്നു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ സിസ്റ്റംസ് മാനേജർ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു സിസ്റ്റംസ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ സെക്ഷൻസ് എല്ലാം തന്നെ നിങ്ങളൊന്ന് ചെയ്ത് മനസ്സിലാക്കുക. ആദ്യം മുതലുള്ള ആ 3 സെഷൻസ് ഒന്ന് ഫോളോ ചെയ്യുക. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ സെഷൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവേദം ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സോട് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഗൈസ്, നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ കാണാം.